നമ്മൾ ഫ്ലൂയിഡ് പ്രഷറിനെ പറ്റിയൊക്കെയാണ് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫ്ലൂയിഡ് എടുക്കുകയാണ്. ഇതിൽ h ഹൈറ്റാണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അപ്പോൾ ഈ ബോട്ടം പോയിന്റിൽ അനുഭവപ്പെടുന്ന ഫ്ലൂയിഡ് പ്രഷർ, ഈ ഇതിലുള്ള ലിക്വിഡിൻ്റെ പ്രഷർ HROG ആണ്. ടോട്ടലും ഭാഗം PATM കൂടി ആഡ് ചെയ്യണം. അതായത് നമ്മൾ ലിക്വിഡിൻ്റെ മാത്രം എടുക്കൂ, അപ്പോൾ പ്രഷർ HROG ആണ് അല്ലേ. അപ്പോൾ ഇപ്പോൾ ഈ ബീക്കർ ഉള്ളത് ഒരു ലിഫ്റ്റിലെങ്ങാനാന്ന് വിചാരിച്ചു. ഇറ്റ് ഈസ് ഇൻ എ ലിഫ്റ്റ്. ഓക്കെ, the lift is moving upward with acceleration a. ആ ലിഫ്റ്റ് അപ്വേർഡ് മൂവ് ചെയ്യുന്ന ആക്സലറേഷനാണ് എ. ലിഫ്റ്റിന് ആക്സലറേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്പീഡ് ഇങ്ങനെ കൂടി വരും. ഓക്കെ, ലിഫ്റ്റ് ഈസ് മൂവിങ് വിത്ത് ആക്സലറേഷൻ. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിലുള്ള പ്രഷർ HROG എന്നല്ലേ, ലിക്വിഡിൻ്റെ പ്രഷർ HROG അല്ലേ. അപ്പോൾ HRO ഇൻറ്റു G+A വരും. G+A ഇങ്ങനെയായി മാറും. ഇനി അതല്ല, ഈ ലിഫ്റ്റ് ഡൗൺവേർഡ് മൂവ് ചെയ്യാണ് വിത്ത് ആക്സലറേഷൻ എ. അങ്ങനെയാണെങ്കിൽ പ്രഷർ HRO ഇൻറ്റു G- A വരും കേട്ടോ. HRO ഇൻറ്റു G- A എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടും. നെക്സ്റ്റ്, variation of pressure with depth. Variation of pressure with depth. അപ്പോൾ നമ്മൾ ഒരു ബീക്കറിൽ ഇതിനകത്ത് ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഈ ഫ്ലൂയിഡ് ഉള്ളത് അറ്റ് റെസ്റ്റ് ആണ്. ഫ്ലൂയിഡ് ഈസ് അറ്റ് റെസ്റ്റ്. ഓക്കെ, ഈ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി നമ്മൾ റോ എന്ന് എടുക്കുന്നു. ഇതിൻ്റെ ഡെൻസിറ്റി റോ ആണ്. ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഒരു സിലിണ്ട്രിക്കൽ കോളം വിചാരിക്കുക. അതായത് നമ്മൾ പുറമേ നിന്ന് ഒരു സിലിണ്ടർ എടുത്ത് ഇതിനുള്ളിൽ വെക്കുന്നൊന്നല്ലേ, പുറമേ നിന്നൊരു സിലിണ്ടർ എടുത്ത് വെക്കുന്നൊന്നല്ല. ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഒരു ഇമാജിൻ ചെയ്യുക. ഇതിൻ്റെ ഉള്ളിലൊരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ ലിക്വിഡ് ഇമാജിൻ ചെയ്യും. അല്ലാണ്ട് ഇവിടെ സിലിണ്ടറൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇമാജിൻ ചെയ്യുക ഒരു സിലിണ്ടറിക്കൽ ലിക്വിഡ് കോളം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സിലിണ്ടർ ഷേപ്പ് നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഇമാജിൻ ചെയ്യുക. ഓക്കെ, അങ്ങനെ ഇമാജിൻ ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ എക്സ് എന്നെടുത്തു. എക്സ്. ഓക്കെ, ഇതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ആണെന്ന് വിചാരിച്ചു. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ. ഓക്കെ, അങ്ങനെയൊന്ന് ഞാൻ ഇമാജിൻ ചെയ്തു. അപ്പോൾ ഇത് ഫുള്ള് റെസ്റ്റിലല്ലേ. അപ്പോൾ റെസ്റ്റിലായതുകൊണ്ട് ഇവിടെയുള്ള ലിക്വിഡൊക്കെ അല്ല, കംപ്ലീറ്റ് റെസ്റ്റിലാണ്. അപ്പോൾ ഈ സംഭവമൊക്കെ റെസ്റ്റിലാണ്. ഇവിടെ സിലിണ്ടറൊന്നുമില്ലേ. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞു ഒരു ഇമാജിൻ ചെയ്യുക. ഒരു സിലിണ്ടർ ഇങ്ങനെ സിലിണ്ടറിക്കൽ ഷേപ്പിൽ ലിക്വിഡ് ഇവിടെ ഇങ്ങനെ ഇമാജിൻ ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫ്ലൂയിഡിൻ്റെ പ്രത്യേകത, ഇവിടെയുള്ള ഫ്ലൂയിഡ് എന്ത് ചെയ്യും? ഫ്ലൂയിഡ് എപ്പോഴും നോർമലായിട്ടൊരു ഫോഴ്സ് കൊടുക്കും അല്ലേ. അപ്പോൾ ഇവിടെയുള്ള ഫ്ലൂയിഡ് ഈ സർഫസിൽ നോർമലായിട്ട് ഫോഴ്സ് എക്സേർട്ട് ചെയ്യും അല്ലേ. ഇവിടെയുള്ള ഫ്ലൂയിഡ് ആണെങ്കിൽ നോർമലായിട്ട് ഇങ്ങോട്ടേക്ക് ഫോഴ്സ് എക്സേർട്ട് ചെയ്യും അല്ലേ. ഇത് രണ്ടും ബാലൻസ് ആവും. ഈ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഉണ്ടാകുന്ന ഈ ഫോഴ്സുകൾ തമ്മിൽ ബാലൻസ് ആവും. കാരണം എന്താ? ഇത് റെസ്റ്റിലാണല്ലോ. അപ്പോൾ റെസ്റ്റിലാണ്ട് ഇത് ബാലൻസ് ആവണ്ടേ. അതുപോലെ ഈ ടോപ്പ് പോയിന്റിൽ ഇവിടെ സിലിണ്ടറിൻ്റെ ടോപ്പിൽ ഇവിടെയുള്ള ഫ്ലൂയിഡ് എന്ത് ചെയ്യും? ഫ്ലൂയിഡ് എപ്പോഴും നോർമലായിട്ടാണ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുക അല്ലേ. അപ്പോൾ ഇവിടെയുള്ള ഫ്ലൂയിഡ് ഇങ്ങോട്ട് ഇതിന് നോർമലായിട്ട് പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങോട്ടേക്ക് ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ഫ്ലൂയിഡ് ഇങ്ങനെ ഫോഴ്സ് എക്സേർട്ട് ചെയ്യും അല്ലേ.
അപ്പോൾ ഇവിടെയുള്ള ഫ്ലൂയിഡോ, ഇവിടെയുള്ള ഫ്ലൂയിഡ് ഇങ്ങനെ ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഫോഴ്സ് ഞാൻ F1 നിർത്തും. F1. ഇവിടെയുള്ള ഫോഴ്സിനെ F2 നിർത്തും. ഓക്കെ, ഫ്ലൂയിഡ് നോർമലായിട്ട് ഈ സിലിണ്ടറിൻ്റെ മുകളിൽ കംപ്ലീറ്റ് നോർമലായിട്ട് എല്ലാ വശത്തു നിന്നും ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും ഫ്ലൂയിഡ്. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള ഈ സിലിണ്ടറിക്കൽ കോളത്തിൻ്റെ ഇതിൻ്റെ വെയിറ്റും ഉണ്ടാവില്ലേ താഴോട്ട്, വെയിറ്റും ഉണ്ടാവും. അപ്പോൾ ആ വെയിറ്റ് നമ്മൾ കണ്ടാൽ തരും. വെയിറ്റ് എന്ന് പറയുമ്പോൾ mg അല്ലേ. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിനകത്തുള്ള ലിക്വിഡിൻ്റെ വെയിറ്റ് ആണ്, ഇതിലുള്ള ലിക്വിഡിൻ്റെ വെയിറ്റ്. അപ്പോൾ മാസ് എങ്ങനെ ചെയ്താൽ, മാസ് എന്ന് പറയുമ്പോൾ വോളിയം ഇൻറ്റു ഡെൻസിറ്റി. അപ്പോൾ വോളിയം ഇൻറ്റു ഡെൻസിറ്റി റോ ആണ് അല്ലേ, ലിക്വിഡിൻ്റെ ഡെൻസിറ്റി റോ അല്ലേ, വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു ജി. ഇനി വോളിയം എങ്ങനെ എഴുതാം, വോളിയം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വോളിയം എന്ന് പറയുമ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ഹൈറ്റ് ആയിരിക്കും. അപ്പോൾ A ഇൻറ്റു എക്സ് ആയിരിക്കും വോളിയം. സോ AX റോ ജി. ഇതായിരിക്കും ഇതിൻ്റെ ഈ സിലിണ്ടറിക്കൽ കോളത്തിൻ്റെ, ഈ ലിക്വിഡ് കോളത്തിൻ്റെ വെയിറ്റ് അങ്ങനെ വരും. പിന്നെ ഈ F1ഉം F2 ഇവിടെയുള്ള ഫോഴ്സുകൾ F1 F2 നമുക്ക് ഇത് നോർമലായിട്ട് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് അല്ലേ, ഈ ലിക്വിഡ് നോർമലായിട്ട് രണ്ട് വശത്തു നിന്ന് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണല്ലോ. അപ്പോൾ നമുക്കറിയാം പ്രഷർ ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ അല്ലേ, നോർമലായിട്ടുള്ള നോർമൽ ഫോഴ്സ് ബൈ ഏരിയ അല്ലേ പ്രഷർ. അപ്പോൾ ഫോഴ്സ് ഈക്വൽ എന്ത് വരും, ഫോഴ്സ് ഈക്വൽ പ്രഷർ ഇൻറ്റു ഏരിയ. അപ്പോൾ ഈ ഫോഴ്സ് ഈക്വൽ പ്രഷർ ഇൻറ്റു ഏരിയ. ഇവിടെ ഈ ഭാഗത്ത് ഞാൻ പ്രഷർ ലിക്വിഡിൻ്റെ പ്രഷർ P1 എടുത്തു, പ്രഷർ ഇൻറ്റു ഏരിയ. ഇവിടെയുള്ള ഏരിയ എന്ന് പറയുമ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, പ്രഷർ ഇൻറ്റു ഏരിയ ഫോഴ്സ്. അതുപോലെ ഇവിടെയുള്ള പ്രഷർ, ലിക്വിഡിനകത്തുള്ള പ്രഷർ ഞാൻ P2 എടുത്തു. P2 പ്രഷർ ഇൻറ്റു ഏരിയ. ഇതിൻ്റെ ഏരിയ തന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്ന വേരിയേഷൻ ഓഫ് പ്രഷർ വിത്ത് ഡെപ്താണ്. ഡെപ്തിലേക്ക് പോകുമ്പോൾ പ്രഷർ എന്താവും. അപ്പോൾ ഡെപ്തിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ ഡെപ്ത് ഇങ്ങനെ ഉള്ളിലേക്ക് പോകുമ്പോൾ പ്രഷർ എന്താവും എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പ്രഷർ P1 എന്നും ഇവിടെ P2 എടുത്തത്. ഓക്കെ, ഇനി ഇത് കംപ്ലീറ്റ്ലി റെസ്റ്റ് അല്ലേ, കംപ്ലീറ്റ്ലി റെസ്റ്റ് ആയതുകൊണ്ട് ഇത് മൊത്തത്തിൽ റെസ്റ്റാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി റെസ്റ്റ് ആയതുകൊണ്ട് ഡൗൺവേർഡ് ഫോഴ്സും അപ്വേർഡ് ഫോഴ്സും എന്താവണം, ഈക്വൽ ആവണം. അപ്പോൾ അപ്വേർഡ് ഫോഴ്സ് എന്ന് പറയുന്നത് F2 ആണ്. അപ്വേർഡ് ഫോഴ്സ് F2 ഈക്വൽ ടു ഡൗൺവേർഡ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ഫോഴ്സ്, ഇവിടെ ഈ ഫ്ലൂയിഡ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ഉണ്ട്, അതുകൂടാതെ ഇതിൻ്റെ വെയിറ്റും ഉണ്ട് അല്ലേ. ഡൗൺവേർഡ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ അപ്പോൾ F1 ഉണ്ട്, W ഉണ്ട്. അപ്പോൾ ഡൗൺവേർഡ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ F1 പ്ലസ് W ആണ്. സോ ഡൗൺവേർഡ് ഫോഴ്സ് ഈക്വൽ ടു അപ്വേർഡ് ഫോഴ്സ് ബിക്കോസ് ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റിലാണ്. ഓക്കെ, F2 എന്ന് പറയുന്നത് P2A പ്രഷർ ഇൻറ്റു ഏരിയ, F1 P1A പ്ലസ് വെയിറ്റ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു AX റോ ജി. ഓക്കെ, ഇതിൽ നിന്ന് ടേക്ക് A ഔട്ട്സൈഡ് എടുത്താൽ A ക്യാൻസൽ ആവും, ചുരുക്കി അപ്പോൾ A ക്യാൻസൽ ആവും അല്ലേ. സോ P2 ഈക്വൽ P1 പ്ലസ് X റോ ജി. അതിൻ്റെ അർത്ഥം എന്താണ്, P1ൻ്റെ കൂടെ അല്ലേ, P1ൻ്റെ കൂടെ X റോ ജി ആഡ് ചെയ്താൽ, P1ൻ്റെ കൂടെ X റോ ജി കൂടി വീണ്ടും ആഡ് ചെയ്യണം, ഇതിൻ്റെ കൂടെ X റോ ജി ആഡ് ചെയ്താലല്ലേ P2 കിട്ടൂ. അങ്ങനെയല്ലേ കിട്ടിയത്. അപ്പോൾ ഗ്രേറ്റർ ഏതാണ്, P2 ആണ്. P2 ഈക്വൽ P1 പ്ലസ് X റോ ജി ആണ്. അപ്പോൾ P1നേക്കാൾ കൂടുതലാണ് P2. ദർഫോർ P2 ഗ്രേറ്റർ ദാൻ P1 ആണ്. P1. ഓക്കെ, അപ്പോൾ എവിടെയാണ് പ്രഷർ കൂടുതൽ, ഇവിടെയാണ്. ഓക്കെ, അതിൻ്റെ അർത്ഥം ഇവിടെ പ്രഷർ കൂടുതൽ, ഇവിടെ കുറവ്. അപ്പോൾ ഡെപ്തിലേക്ക് പോകും തോറും പ്രഷർ കൂടി വരും. പ്രഷർ ഇൻക്രീസ് ചെയ്ത് വരും. ഓക്കെ, സോ പ്രഷർ ഇൻക്രീസസ് വിത്ത് ഡെപ്ത്. ആസ് ഡെപ്ത് ഇൻക്രീസസ് പ്രഷർ ഓൾസോ ഇൻക്രീസസ്. ഡെപ്തിലേക്ക് പോകും തോറും പ്രഷർ ഇൻക്രീസ് ചെയ്ത് വരും. ഓക്കെ, സോ ഇതിൽ നിന്ന് P2 മൈനസ് P1 ഈക്വൽ എന്ത് വരും, X റോ ജി എന്ന് കിട്ടും. P2 മൈനസ് P1 ഈക്വൽ ടു X റോ ജി. ഓക്കെ, ഇനി നമ്മൾ ഈ സംഭവം ചെയ്യുന്നത്, ഇത് ഈ ബീക്കറുള്ളത്, ഈ വെസലുള്ളത് ഒരു ഗ്രാവിറ്റി ഫ്രീ സ്പേസിലാണെന്ന് വിചാരിച്ചോ. എന്നാൽ ഗ്രാവിറ്റി ഇല്ലാത്ത സ്ഥലത്താണ് ഇതുള്ളത്. ഇറ്റ് ഈസ് ഇൻ ഗ്രാവിറ്റി ഫ്രീ സ്പേസ് എന്ന് പറഞ്ഞാൽ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഗ്രാവിറ്റി.
ഗ്രാവിറ്റി ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഗ്രാവിറ്റി ഇല്ലാന്ന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇല്ല അല്ലേ, എന്ന് പറഞ്ഞാൽ G0, G ഇല്ല, ഗ്രാവിറ്റി ഇല്ല, G0. ദർഫോർ P2 മൈനസ് P1 ഈക്വൽ ടു റൈറ്റ് സൈഡ് G0 ആണ്, അപ്പോൾ റൈറ്റ് സൈഡ് 0 ആയി. ദർഫോർ P2 ഈക്വൽ ടു എന്തായി? P1 ആയി. എന്ന് വെച്ചാൽ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഗ്രാവിറ്റി ഇല്ലെങ്കിൽ P2 ഈക്വൽ ടു P1 ആണ്. അപ്പോൾ P2 ഈക്വൽ P1 എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള പ്രഷറും എന്താണ്? ഈക്വലാണ്. അപ്പോൾ ഇവിടെയും പ്രഷർ ഈക്വലാണ്. ഇവിടെയും മാത്രമല്ല, ഇവിടെ എല്ലാവരുടെയും പ്രഷർ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എല്ലാ പോയിന്റിലും പ്രഷർ ഈക്വൽ ആയിരിക്കും. ഇൻ ലിക്വിഡ് അറ്റ് റെസ്റ്റ് ആണ്, അപ്പോൾ എന്ത് പറയുക? ഇൻ ദ ആബ്സെൻസ് ഓഫ് ഗ്രാവിറ്റി ദ പ്രഷർ അറ്റ് എവരി പോയിന്റ്സ് നമ്മൾ പ്രൂവ് ചെയ്തു P2 ഈക്വൽ P1. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ ഈക്വൽ എന്ന് പറഞ്ഞാൽ അതുപോലെ എല്ലാവരുടെയും ഈക്വൽ ആയിരിക്കും. പ്രഷർ അറ്റ് എവരി പോയിന്റ്സ് ഇൻ എ ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ് വിൽ ബി ഈക്വൽ. സോ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഗ്രാവിറ്റി ഇല്ലെങ്കിൽ എല്ലാ പോയിന്റിലും ഇതിലുള്ള എല്ലാ പോയിന്റിലും പ്രഷർ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്. ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്. ഇപ്പോൾ നമ്മൾ ഇവിടെ നിങ്ങൾ ഇങ്ങനൊരു വെസൽ വിചാരിക്കൂ. ഓക്കെ, ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇങ്ങനൊരു വെസൽ. ഇങ്ങനെയുള്ള 3. ഓക്കെ, ഇതിൽ നിറയെ ഒരു ലിക്വിഡ് വിചാരിക്കും. ഇതിനകത്തൊരു ലിക്വിഡ് വിചാരിക്കും. അതുപോലെ ഇവിടെ ഓക്കെ, ഇതിൽ ഏറ്റവും കൂടുതൽ ലിക്വിഡ് ഏതിലാണ് നിൽക്കുന്നത് വെച്ചാൽ ഈ കണ്ടെയ്നറിലാണ് അല്ലേ ഏറ്റവും കൂടുതൽ ലിക്വിഡ് ഉള്ളത്. ഈ കൂടുതൽ ലിക്വിഡ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കൂടുതൽ പ്രഷർ ഉണ്ടാവുമൊന്നുമില്ല. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഹൈറ്റ് ഞാൻ H എടുത്തു. ഹൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പം വെർട്ടിക്കൽ അല്ലേ ഹൈറ്റ്, ഈ ഹൈറ്റ് H. അപ്പോൾ ഈ ഹൈറ്റ് H ആണെങ്കിൽ ഈ ഹൈറ്റും H തന്നെ. അപ്പോൾ എല്ലാ ഹൈറ്റും H തന്നെ. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ഹൈറ്റും H. ഓക്കെ, അപ്പോൾ എല്ലാത്തിലും ഹൈറ്റ് ലിക്വിഡ് കോളത്തിൻ്റെ ഹൈറ്റ് എന്താണ്? സെയിം. പിന്നെ എല്ലാത്തിലും ഒരേ ലിക്വിഡാണ്. ഒരേ ലിക്വിഡ് ആയതുകൊണ്ട് ഡെൻസിറ്റിയും സെയിം ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിലുള്ള പ്രഷറിൻ്റെ ഇക്വേഷൻ തരും. പ്രഷർ ഓഫ് ലിക്വിഡാണ് ശരിക്കും. ടോട്ടൽ എന്ന് പറയുമ്പോൾ ATM എടുക്കണം. അവിടെ ലിക്വിഡിൻ്റെ മാത്രം ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഈ പോയിന്റിലുള്ള പ്രഷർ എന്ന് പറയുന്നത് HρG ആയിരിക്കും അല്ലേ. പ്രഷർ ഈക്വൽ HρG ആണ്. ഈ പോയിന്റിൽ ഉള്ള പ്രഷറും HρG ആയിരിക്കും. ഓക്കെ, ഈ പോയിന്റിലുള്ള പ്രഷറും HρG ആയിരിക്കും. കാരണം H എല്ലാത്തിലും സെയിം ആണ്. അപ്പോൾ H സെയിം ആണെങ്കിൽ ഇവിടെ എല്ലാം പ്രഷറും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെയെല്ലാം ഈ പോയിന്റിലെല്ലാം പ്രഷർ എന്തായിരിക്കും? പ്രഷർ സെയിം ആയിരിക്കും. അപ്പോൾ ഈ 3 ഡിഫറെൻ്റ് ഷേപ്പ് അല്ലേ. പ്രഷർ സെയിം എന്നാണേ പറഞ്ഞത്. പ്രഷർ 3 സെയിം. ഫോഴ്സ് സെയിം ആവൂലേ. ഫോഴ്സ് ഈക്വൽ എങ്ങനെ കാണാം? ഫോഴ്സ് ഈക്വൽ പ്രഷർ ഇൻറ്റു ഏരിയ എന്നാണ്. ഫോഴ്സ് ഈക്വൽ പ്രഷർ ഇൻറ്റു ഏരിയ. പ്രഷർ സെയിമാണ്. അപ്പോൾ ഏരിയയിൽ മാറ്റം ഉണ്ടെങ്കിൽ പ്രഷർ സെയിം. പക്ഷേ ഏരിയയിൽ മാറ്റം ഉണ്ടെങ്കിൽ ഏരിയ കൂടുന്നതിനും ഫോഴ്സ് കൂടും. പ്രഷർ സെയിം ആണെങ്കിൽ പിന്നെ ഏരിയ കൂടുന്നതിനനുസരിച്ച് ഫോഴ്സ് കൂടും. അത് ഏരിയനെ കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഹൈറ്റ് സെയിം ആയതുകൊണ്ട് എല്ലാത്തിലും ഹൈറ്റ് സെയിം ആയതുകൊണ്ട് ഈ എല്ലാ പോയിന്റിലും പ്രഷർ എന്തായിരിക്കും? പ്രഷർ സെയിം ആയിരിക്കും. ഓക്കെ, ഈ 3 ഡിഫറെൻറ്റ് ഷേപ്പ് അല്ലേ. ഈ ലിക്വിഡ് കോളത്തിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണുള്ളത്, ഇതിങ്ങനെയാണുള്ളത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് മാറുന്നതിനനുസരിച്ച് പ്രഷർ മാറുന്നുണ്ടോ? ഇല്ല. പ്രഷർ മാറണമെങ്കിൽ ഈ ഹൈറ്റ് മാറണം. ലിക്വിഡ് കോളത്തിൻ്റെ ഹൈറ്റ് ചേഞ്ച് ചെയ്യണം
അല്ലേ? അപ്പോൾ ഇത് മൂന്നിനും ഡിഫറെൻറ്റ് ഷേപ്പാണ്, പക്ഷേ പ്രഷർ എല്ലാത്തിലും സെയിം ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം പ്രഷർ ആരെ ഡിപ്പെൻഡ് ചെയ്യില്ല? പ്രഷർ ഈ ലിക്വിഡ് കോളത്തിൻ്റെ ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. സോ പ്രഷർ എക്സേർട്ടഡ് ബൈ എ ലിക്വിഡ് കോളം ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ഇറ്റ്സ് ഷേപ്പ്. ഇതിൻ്റെ ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. പ്രഷർ എക്സേർട്ടഡ് ബൈ എ ലിക്വിഡ് കോളം ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ഇറ്റ്സ് ഷേപ്പ് ഓഫ് ദ ലിക്വിഡ് കോളം എന്നാണ് പറഞ്ഞത്. ഓക്കെ, പ്രഷർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഹൈറ്റ്, ഡെൻസിറ്റി ഒക്കെ ചേഞ്ച് ചെയ്യണം, എന്നാലേ പ്രഷർ ചേഞ്ച് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ഹൈറ്റ് ഒക്കെ സെയിം ആണെങ്കിൽ, പിന്നെ ഒരേ ലിക്വിഡ് ഒക്കെ ആണെങ്കിൽ പ്രഷർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യില്ല പ്രഷർ. ഓക്കെ, മെർക്കുറി ബാരോമീറ്റർ. മെർക്കുറി ബാരോമീറ്റർ അല്ലെങ്കിൽ ടോറിസെല്ലീസ് ബാരോമീറ്റർ. ടോറിസെല്ലിയാണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടുപിടിച്ചത്, ടോറിസെല്ലീസ് ബാരോമീറ്റർ. ഓക്കെ, ടോറിസെല്ലീസ് ബാരോമീറ്റർ. ഇത് പറയുന്നതിന് മുന്നേ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു ലിക്വിഡ് റസ്റ്റിലാണെങ്കിൽ, ലിക്വിഡ് അറ്റ് റസ്റ്റ്, ഇത് റസ്റ്റിലാണെങ്കിൽ ഓക്കെ, ഒരു ഹൊറിസോണ്ടൽ ലെവൽ വരച്ചാൽ ഹൊറിസോണ്ടൽ ലെവലിൽ എല്ലാ സ്ഥലങ്ങളിലും ഹൊറിസോണ്ടൽ ലെവലിൽ പ്രഷർ എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ? ഹൊറിസോണ്ടൽ ലെവലിൽ പ്രഷർ വിൽ ബി സെയിം ഇൻ എ ലിക്വിഡ് അറ്റ് റസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ ബാരോമീറ്റർ ഉപയോഗിക്കുന്നത്, ബാരോമീറ്റർ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, PATM. അറ്റ്മോസ്ഫിയറിക് പ്രഷർ കണ്ടുപിടിക്കാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കാണാനുള്ള ഡിവൈസാണിത് ബാരോമീറ്റർ. അപ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇനി ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കും? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇപ്പം നമ്മളിപ്പോൾ ഒരു ഗ്രൗണ്ട് ഇങ്ങനെ ഒരു ഉയർന്ന സ്ഥലം വിചാരിക്കും. ഇത് സീ ലെവലാണേ, സീ ലെവൽ. ഓക്കെ, ഏറ്റവും താഴെയുള്ള സ്ഥലം. ഈ സീ ലെവലിലായിരിക്കുമോ ഇവിടെ ആയിരിക്കുമോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുതൽ? അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുതൽ സീ ലെവലായിരിക്കും. നമ്മൾ അല്ലെങ്കിൽ പറഞ്ഞില്ലേ, ഡെപ്ത് കൂടുന്തോറും, നേരത്തെ ഒരു കാര്യം പറയാം, ഡെപ്ത് കൂടുന്തോറും പ്രഷർ കൂടും. അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഓർമ്മിച്ചായി, സീ ലെവലിലായിരിക്കും അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുതൽ. കാരണം ഇവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അനുഭവപ്പെടുക ഇതിന് മുകളിലുള്ള അറ്റ്മോസ്ഫിയറിൻ്റെ, ഇതിന് മുകളിലുള്ള ഈ മൊത്തം അറ്റ്മോസ്ഫിയറിൻ്റെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇവിടെ വരും. പക്ഷേ ഇവിടെയാണെങ്കിലോ, ഇവിടെയാണെങ്കിലോ ഇതിന് മുകളിലുള്ള അറ്റ്മോസ്ഫിയറിൻ്റെ അല്ലേ, ഇതിന് മുകളിലുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ അവിടെ വരും. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുതൽ ഇവിടെയായിരിക്കും. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുതൽ അനുഭവപ്പെടുക സീ ലെവലിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സീ ലെവലിലുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് കാണാൻ പോകുന്നത്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ അറ്റ് സീ ലെവലിലാണ് ഏറ്റവും കൂടുതൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അതാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ബാരോമീറ്റർ എന്ന് പറയുമ്പോൾ അതിൽ ഒരു ബീക്കർ, ഇതിനകത്ത് ഉണ്ടാവുക മെർക്കുറിയാണ്. ഇതിലുള്ളത് മെർക്കുറിയാണ്. ഇത് മെർക്കുറിയാണ്. അപ്പോൾ ഈ മെർക്കുറിൻ്റെ ഈ സർഫസിൽ അനുഭവപ്പെടുന്ന പ്രഷർ, മെർക്കുറിയുടെ സർഫസിൽ അനുഭവപ്പെടുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ എപ്പോഴായിരിക്കും? സർഫസിൽ അനുഭവപ്പെടുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും, PATM ആയിരിക്കും അല്ലേ? സർഫസിലല്ല സർഫസിൽ ഉടനീളം അനുഭവപ്പെടുന്ന പ്രഷർ എന്ന് പറയുമ്പോൾ സർഫസിലുള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. ഈ ബീക്കർ ഉള്ളത് നിങ്ങൾ വിചാരിച്ചോ, ഇതുള്ളത് സീ ലെവലിലാണ്, ഏറ്റവും താഴെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അറ്റ് സീ ലെവലാണ്. ഇപ്പോൾ സർഫസിൽ ഉണ്ടാകുന്ന പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. ഉള്ളിലെടുക്കുമ്പോഴാണ് ലിക്വിഡിൻ്റെ പ്രഷറും കൂടി വരിക. ലിക്വിഡിൻ്റെ പ്രഷർ ഇത് എച്ചെടുക്കുമ്പോൾ HROG കൂടി വരും. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് HROG വരും ഉള്ളിൽ. പക്ഷേ സർഫസിൽ എന്ന് പറഞ്ഞാൽ ഇതിന് മുകളിൽ പിന്നെ അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് അവിടെ ഉണ്ടാവുക. പിന്നെ ഇതിലുള്ളത് ഇതൊരു ഇങ്ങനെയുള്ളൊരു ട്യൂബ്. ഓക്കെ, ഈ ട്യൂബിനകത്തും ഇതിനകത്തും മെർക്കുറി തന്നെ ആയിരിക്കും.
ഒരു ലോങ് ട്യൂബ് വിചാരിക്കുക. അപ്പോൾ ഇതിനകത്തുള്ളതും ഇതും മർക്കുറിയാണ്. ഓക്കെ, അതിലുള്ളതും മർക്കുറിയാണ്, ഇതും മർക്കുറി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു 100 സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് വെച്ചാൽ 100 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 1 മീറ്റർ അത്രത്തോളം ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, ഈ ട്യൂബ്. എന്നിട്ട് ഈ ട്യൂബിലും മർക്കുറി അല്ല ഉള്ളത്. ഈ ട്യൂബ് എടുത്തിട്ട് ഈ വെസലിലേക്ക് കമഴ്ത്തി വെക്കുക. ഇതെടുത്തിട്ട് ഇതിലേക്ക് കമഴ്ത്തി വെക്കുക. അപ്പോൾ ഇങ്ങനെയാവും. ഇതിലേക്ക് കമഴ്ത്തി വെച്ചു. ഓക്കെ, അപ്പോൾ ഇതിലും മർക്കുറി തന്നെയല്ല. അപ്പോൾ മർക്കുറി ഇങ്ങനെയല്ല. അപ്പോൾ ഇങ്ങനെയാണ്. ഇപ്പോൾ ഇങ്ങനെ വരും. ഇതിൽ ഉടനീളം മർക്കുറിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതിൽ ഉള്ള മർക്കുറി ലെവലുണ്ടല്ലോ, ഈ മർക്കുറി ലെവൽ ഇങ്ങനെ കുറഞ്ഞ് വരും. ഇതിങ്ങനെ ഡിക്രീസ് ചെയ്ത് വരും. എന്നിട്ട് അപ്പോൾ ഇവിടെ നിന്നൊക്കെ മർക്കുറി ഇങ്ങനെ ലെവലിങ്ങനെ കുറഞ്ഞ് ആ ലെവലൊരു 76. അപ്പോൾ ഇവിടെ ഇപ്പോൾ മർക്കുറി ഇല്ലേ ഭാഗത്ത്, അതിങ്ങനെ കുറഞ്ഞ് വന്നു. ഓക്കെ, എന്നിട്ട് 76 സെൻറ്റിമീറ്റർ എത്തുമ്പോൾ 76 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടുന്ന് ഡിക്രീസ് ചെയ്ത് വന്നിട്ട് ഈ 76 സെൻറ്റിമീറ്ററിൽ ഇവിടെ വരെ 76 സെൻറ്റിമീറ്ററിൽ എത്തുമ്പോൾ അതവിടെ നിൽക്കും. എന്തുകൊണ്ടാണ്? എന്താണ് കാരണം? അപ്പോൾ ഇതിങ്ങനെ കുറഞ്ഞ് 76 സെൻറ്റിമീറ്ററിൽ എത്തുമ്പോൾ അവിടെ നിൽക്കും. കാരണം നമ്മൾ പഠിച്ചു ഹൊറിസോണ്ടൽ ലെവലിൽ പ്രഷർ എന്താവണം? സെയിം ആവണം. അപ്പോൾ ഇതിങ്ങനെ ഡിക്രീസ് ചെയ്ത് 76 എത്തുമ്പോൾ ഇവിടെ അനുഭവപ്പെടുന്ന പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലേ? ഈ പോയിന്റിലുണ്ടാകുന്ന പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. ഈ പോയിന്റിന് ഹൊറിസോണ്ടലായിട്ട് വരുന്ന പോയിന്റ് അല്ലേ ഇത്? ഈ പോയിന്റിൻ്റെ മുകളിൽ ആരാളെ? ഈ പോയിന്റിൻ്റെ മുകളിൽ മെർക്കുറിയാണ് പിന്നെ ഉള്ളത്. അറ്റ്മോസ്ഫിയർ കൺസിഡർ ചെയ്യേണ്ട, കാരണം ഇത് ക്ലോസ്ഡ് ഇതല്ലേ. അപ്പോൾ അറ്റ്മോസ്ഫിയർ നോക്കണ്ട. അപ്പോൾ ഇവിടെയുള്ള പ്രഷർ എന്ന് പറയുന്നത് ഇതിന് മുകളിലുള്ള അത്രയോ അറ്റ്മോസ്ഫിയർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് ഇവിടെയുള്ള പ്രഷർ എന്ന് പറയുന്നത് ഈ മർക്കുറിൻ്റെ കുളത്തിൻ്റെ 76. അപ്പോൾ ഞാൻ പറഞ്ഞത് കുറഞ്ഞ് 76 എത്തുമ്പോൾ നിൽക്കും. എന്തുകൊണ്ട്? അങ്ങനെ എത്തുമ്പോഴാണ് നമ്മൾ പഠിച്ചെന്ന ഹൊറിസോണ്ടൽ ലെവലിൽ പ്രഷർ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അങ്ങനെ 76 എത്തുമ്പോൾ ഇവിടെയുള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അതിന് ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആകും ഇവിടെയുള്ള പ്രഷർ. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആകും ഇവിടെയുള്ള പ്രഷർ. അപ്പോൾ ഇവിടെയുള്ള പ്രഷർ, ഈ രണ്ട് പ്രഷർ ഹൊറിസോണ്ടൽ ലെവലിൽ ഈക്വൽ ആവുക. ഇതിങ്ങനെ ഡിക്രീസ് ചെയ്ത് 76 എത്തുമ്പോഴാണ് ഇത് രണ്ട് ഈക്വൽ ആവുക. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ 76 സെൻറ്റിമീറ്റർ ഉള്ള ഈ മർക്കുറി കോളം മർക്കുറി കോളത്തിൻ്റെ ഇവിടെയുള്ള പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഹൊറിസോണ്ടൽ ലെവലിൽ എന്തായി? ഈക്വലായി. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈ പ്രഷറിന് എന്താണ്? ഈക്വലാണ്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈ മർക്കുറിനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതുകൊണ്ട് അങ്ങനെ ഹൊറിസോണ്ടൽ ലെവലിൽ ഈക്വൽ ആയതുകൊണ്ടാണ് അത് നിന്നത്. അങ്ങനെ ഹൊറിസോണ്ടൽ ലെവലിൽ ഈക്വൽ ആയിട്ടാണ് നിൽക്കുക. ഓക്കെ, അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്തിന് ഈക്വലാണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെയുള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ പ്രഷർ ഡ്യൂ ടു 76 സെൻറ്റിമീറ്റർ ഓഫ്. അപ്പോൾ ഇത്രയും ഉള്ള ഇതിൻ്റെ പ്രഷർ മർക്കുറിൻ്റെ. അപ്പോൾ ഇങ്ങനെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈക്വൽ ടു ഇവിടെയുള്ള പ്രഷർ നമുക്ക് ഇങ്ങനെ ചെയ്താൽ പ്രഷർ ഡ്യൂ ടു 76 സെൻറ്റിമീറ്റർ ഓഫ് മർക്കുറി കോളം എന്ന് പറയാം. മർക്കുറി കോളം pressure due to 76 centimeter of mercury column. So atmospheric pressure equal to ഓക്കെ ഈ 76 സെൻറ്റിമീറ്റർ ഓഫ് മർക്കുറി കോളം. അതിന് നമുക്ക് പ്രഷറിൻ്റെ ഇക്വേഷൻ എച്ച് റോ ജി എന്നല്ലേ. എച്ച് എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഏത് പോയിൻ്റാണോ എടുക്കുന്നത് അല്ലേ, ആ പോയിൻറ്റിൻ്റെ മുകളിലുള്ള എച്ച് എടുക്കണം. ഇതിൻ്റെ മുകളിലുള്ള എച്ച് ഇത് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഈ 76 മെർക്കുറിൻ്റെ പ്രഷർ ഇവിടെ ഉണ്ടാവും. ആ പ്രഷറിന് ഈക്വൽ ആയിരിക്കും അറ്റ്മോസ്ഫിയർ പ്രഷർ. ഹൊറിസോണ്ടൽ ലെവലിൽ ഈക്വൽ ആകുന്നേരം അത് അതുവരെ വന്നിട്ട് അവിടെ നിൽക്കും. ആണ് സംഭവിക്കുന്നത്. അപ്പോൾ എച്ച് 76 സെൻറ്റിമീറ്റർ മീറ്റർ ആക്കുമ്പോൾ എത്ര വരും? എച്ച് 0.76 വരും അല്ലേ. റോ എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി, ഇവിടെയുള്ള മെർക്കുറി അല്ലേ, മെർക്കുറിൻ്റെ ഡെൻസിറ്റി എത്രയാണ്? മെർക്കുറിൻ്റെ ഡെൻസിറ്റി 13.6 × 10⁻³ ആണ് മെർക്കുറിൻ്റെ ഡെൻസിറ്റി ഓഫ് മെർക്കുറി അല്ലേ. ജി 9.8. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ അറ്റ് സീ ലെവൽ, നമ്മൾ പറഞ്ഞു ഇത് നമ്മൾ ചെയ്യുന്നത് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് ഫ്രം അറ്റ് സീ ലെവലാണ് അല്ലേ. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 1.013
ഇൻറ്റു 10⁵ പാസ്കൽ എന്ന് കിട്ടും. ഇതിൻ്റെ പേരാണ് 1 ATM 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ്, ഇതാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് ഇതിന് മുകളിലുള്ള ഈ അറ്റ്മോസ്ഫിയറിൻ്റെ എവിടെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടോ അതിൻ്റെ എല്ലാം ടോട്ടൽ പ്രഷറാണ് ഇവിടെ അനുഭവപ്പെടുക. അത് നമ്മൾ മെർക്കുറീനെ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കുന്നു. ഇതാണ് ഇതിൽ ചെയ്യുന്നത്. ഇനി അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇതാണെന്ന് നമുക്ക് മനസ്സിലായില്ലേ. ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമുക്ക് കിട്ടി, അത് നമ്മൾ കണ്ടുപിടിച്ച ഈ മെർക്കുറീൻ്റെ ഇത് ഉപയോഗിച്ച്, ഈ എക്സ്പെരിമെൻ്റ് ഉപയോഗിച്ച് നമ്മൾ ചെയ്തത്. ഇനി അടുത്ത നമ്മൾ പറയുന്നത് നോക്കൂ, ഹൈറ്റ് ഓഫ് അറ്റ്മോസ്ഫിയർ. ഓക്കെ. അപ്പോൾ ഹൈറ്റ് ഓഫ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് PATM അറ്റ്മോസ്ഫിയറിക് പ്രഷർ എത്ര കിട്ടി? അറ്റ്മോസ്ഫിയറിക് പ്രഷർ 1.013 ഇൻറ്റു 10⁵ പാസ്കൽ എന്നല്ലേ കിട്ടിയേ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമുക്ക് ഈ വാല്യൂ കിട്ടിയില്ലേ. ഇനി ഞാൻ എന്ത് ചോദിച്ചു, ഇത് ഈ മെർക്കുറി ഇതൊക്കെ പോട്ടെ, ഇവിടെ അനുഭവപ്പെടുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഞാൻ HρG എന്ന് എടുക്കുന്നു. HρG. അപ്പോൾ ഏത് H എടുക്കണം? ഈ H എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഞാൻ HρG എന്ന് കൊടുത്തേ. ഓക്കെ, മെർക്കുറിൻ്റെ സംഭവം പിടി. ഇവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൊടുക്കുക ആരാ? അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൊടുക്കുക ഇതിൻ്റെ മുകളിലുള്ള അറ്റ്മോസ്ഫിയർ, അപ്പോൾ അറ്റ്മോസ്ഫിയറിൻ്റെ ഹൈറ്റ് ഇത്. അപ്പോൾ മുകളിൽ എവിടെ വരെ അറ്റ്മോസ്ഫിയർ ഉണ്ടോ അതിൻ്റെ എല്ലാം ഹൈറ്റ് എടുക്കണം. അപ്പോൾ അറ്റ്മോസ്ഫിയറിൻ്റെ ഹൈറ്റ്. അപ്പോൾ റോ എന്ന് പറയുന്നത് ഈ അറ്റ്മോസ്ഫിയറിൻ്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എയറിൻ്റെ ഡെൻസിറ്റി ആവറേജ് ഡെൻസിറ്റി ഓൾമോസ്റ്റ് 1.3 ആണ്. 1.3 kg/m³ ആണ് ആവറേജ് ഡെൻസിറ്റി ഓഫ് എയർ. ഓക്കെ. അപ്പോൾ ഇവിടെയുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ കാണാൻ ഞാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മൾ നേരത്തെ എന്ത് ചെയ്തു, ഈ മെർക്കുറിൻ്റെ സംഭവം വെച്ചിട്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷർ കണ്ടുപിടിച്ചു. ഇനി ആ അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമുക്ക് കിട്ടി. ഇനി ഇതുപയോഗിച്ചുകൊണ്ട് നമ്മൾ ഹൈറ്റ് കാണുന്നു. ഇതുപയോഗിച്ചുകൊണ്ട് നമ്മൾ അറ്റ്മോസ്ഫിയറിൻ്റെ ഹൈറ്റ് കാണും. അപ്പോൾ ഇവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൊടുക്കുക ആരാണ്? ഇതിൻ്റെ മുകളിലുള്ള ടോട്ടൽ അറ്റ്മോസ്ഫിയറിൻ്റെ ഹൈറ്റ് എടുക്കുക, പിന്നെ അറ്റ്മോസ്ഫിയറിൻ്റെ എയറിൻ്റെ ഡെൻസിറ്റി എടുക്കുക. അങ്ങനെ ചെയ്താൽ പോരെ. അപ്പോൾ ഇതിന് പകരം നമ്മൾ അഗെയിൻ HρG എന്ന് കൊടുക്കുക. ഒരു 1.013 ഇൻറ്റു 10⁵. അപ്പോൾ H കാണാം. H അപ്പോൾ ആരെ ഹൈറ്റാണ്? അറ്റ്മോസ്ഫിയറിൻ്റെ ഹൈറ്റ്. അപ്പോൾ ആരെ ഡെൻസിറ്റി എടുക്കുമ്പോൾ ആരെ ഡെൻസിറ്റി എടുക്കണം? അറ്റ്മോസ്ഫിയറിൻ്റെ, എയറിൻ്റെ. സോ 1.013 ഇൻറ്റു 10⁵ ഡിവൈഡ് ബൈ ρg. സോ 1.013 ഇൻറ്റു 10⁵. ഡെൻസിറ്റി ഓഫ് എയർ ഞാൻ പറഞ്ഞു 1.3 ഇൻറ്റു G 9.8 എടുക്കാം. ഇത് നിങ്ങൾ കണ്ടാൽ ഹൈറ്റ് അപ്രോക്സിമേറ്റ്ലി 8 കിലോമീറ്റർ കിട്ടും. ഈ ഹൈറ്റ് അപ്രോക്സിമേറ്റ്ലി 8 കിലോമീറ്റർ കിട്ടും, ഹൈറ്റ് ഓഫ് അറ്റ്മോസ്ഫിയർ. ഓക്കെ. നെക്സ്റ്റ് ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ. ഈ ഡിവൈസ് ഉപയോഗിക്കുന്നത് ടു ഫൈൻഡ് ദ ഗേജ് പ്രഷർ. നമ്മൾ ലാസ്റ്റ് ക്ലാസ് പറഞ്ഞതാണ്. ടു ഫൈൻഡ് ഗേജ് പ്രഷർ ഓഫ് ഗ്യാസ് ആണ്. ഗേജ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഗേജ് പ്രഷർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രഷറിൻ്റെ പേരാണ് അബ്സല്യൂട്ട് പ്രഷർ അല്ലേ. ഗേജ് പ്രഷർ, ടോട്ടൽ പ്രഷർ മൈനസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, PATM അല്ലേ. എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് പ്രഷർ മൈനസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അതാണ് ഗേജ് പ്രഷർ. ഗേജ് പ്രഷർ ഓഫ് ഗ്യാസ് ഇത് കാണാനുള്ള ഡിവൈസാണ് മാനോമീറ്റർ. ടു ഫൈൻഡ് ഗേജ് പ്രഷർ ഓഫ് എ ഗ്യാസ്. അപ്പോൾ ഇതിലുള്ളത് ഇങ്ങനൊരു വെസൽ ഇതുമായിട്ട് കണക്റ്റഡായിട്ട് ഇങ്ങനൊരു U ഷേപ്പുള്ള ഒരു വെസൽ. ഓക്കെ. ഇതിൽ ഈ U ഷേപ്പ്ഡ് ട്യൂബിൽ ഇവിടെ മെർക്കുറി ആയിരിക്കും. ഇത് മെർക്കുറിയാണ്, മെർക്കുറി. ഓക്കെ. ഇവിടെ വരെ മെർക്കുറി. ഇതിലുണ്ടാവുക, ഇതിലായിരിക്കും ഗ്യാസ് ഉണ്ടാവുക.
ഇതിലാണ് നമുക്ക് ഗ്യാസ്, ഇതിനകത്താണ് ഗ്യാസ് ഉണ്ടാവുക. അപ്പോൾ ഇത് ഗ്യാസാണ്. ഓക്കെ, ഈ ഗ്യാസിൻ്റെ അപ്പോൾ ഇതിൽ ഗ്യാസ് ഉണ്ട്, ഇവിടെ നമ്മൾ ഇതിൽ മെർക്കുറി ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ഗ്യാസിൻ്റെ ഒരു പ്രഷർ ഇവിടെ ഉണ്ടാവും, അതുപോലെ മെർക്കുറീൻ്റെ പ്രഷർ വരും. അപ്പോൾ ഇതെല്ലാം ബാലൻസ് ആകുന്ന സമയത്ത് ഇതിങ്ങനെ നിൽക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനൊരു പോയിൻ്റ് എടുത്തു എ, ഇവിടെ ഒരു പോയിൻ്റ് എ എന്നെടുത്തു. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ഇതിൽ ഗ്യാസും ഇതിൽ മെർക്കുറിയുമായിട്ട് ഇതിങ്ങനെ നിൽക്കാൻ കാരണം എന്ത്? അപ്പോൾ നിങ്ങൾ ആലോചിക്കണ്ട, ഇങ്ങനെ നിൽക്കാൻ കാരണം ഈ എ എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ ഹൊറിസോണ്ടൽ ലെവലിൽ നമ്മളിവിടെ ഒരു പോയിൻ്റ് എടുക്കുക. നമ്മളെന്താ പഠിച്ചേ? ഹൊറിസോണ്ടൽ ലെവലിൽ പ്രഷർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെയുള്ള പ്രഷർ, ഇവിടെ പ്രഷർ കൊടുക്കുക ആരാ? ഇവിടെ പ്രഷർ കൊടുക്കുക. അപ്പോൾ ഇത് ഈ പോയിൻ്റ് ഏത് പോയിൻ്റാണോ ഉള്ളത് ആ പോയിൻ്റിൻ്റെ മുകളിലുള്ള ആളാണ് അല്ലേ. അപ്പോൾ ഈ പോയിൻ്റിൻ്റെ മുകളിൽ ആരാണ്? ഈ ഗ്യാസാണ്, ഫുള്ളി ഗ്യാസാണ്. അപ്പോൾ ഈ പോയിന്റിലുള്ള പ്രഷർ എന്ന് പറയുന്നത് ഈ ഗ്യാസിൻ്റെ പ്രഷറാണ്. ഇവിടെ നിങ്ങൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എടുക്കണ്ട, കാരണം ഇത് ക്ലോസ്ഡ് ആയതുകൊണ്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എടുക്കണ്ട. അപ്പോൾ ഇവിടെയുള്ള പ്രഷർ എന്ന് പറയുന്നത് ഈ ഗ്യാസിൻ്റെ പ്രഷറാണ്. അപ്പോൾ ഗ്യാസിൻ്റെ പ്രഷറാണ് ഇവിടെ. ഇവിടെയുള്ള പ്രഷറോ? ഇവിടെയുള്ള പ്രഷർ എന്ന് പറയുമ്പോൾ ഇവിടെ ഓപ്പൺ ആയതുകൊണ്ട് ഇവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ വരും. പിന്നെ ഈ എച്ച് ഹൈറ്റുള്ള ഈ മെർക്കുറീൻ്റെ പ്രഷറും വരും. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ, അപ്പോൾ ഇതിൽ ഗ്യാസ്, അതിൽ മെർക്കുറി, അപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ നിൽക്കാൻ കാരണം ഈ ഹൊറിസോണ്ടൽ ലെവലിൽ പ്രഷർ എന്താകുന്നുണ്ടാ? സെയിം ആവുന്നുണ്ട്. ഹൊറിസോണ്ടൽ ലെവലിൽ പ്രഷർ സെയിം ആവും. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള പ്രഷർ എന്ന് പറയുന്നത് ആരെ പ്രഷർ? ഈ ഗ്യാസിൻ്റെ പ്രഷർ. ഓക്കെ, അപ്പോൾ പ്രഷർ അറ്റ് എ എന്ന് പറഞ്ഞാൽ ഗ്യാസിൻ്റെ പ്രഷർ, അതിനെ ഞാൻ പി എന്ന് വിളിച്ചു. അപ്പോൾ ഇത് പ്രഷർ ഓഫ് ഗ്യാസ് ഈക്വൽ ടു ഇവിടെയുള്ള പ്രഷറും ഇവിടെയുള്ള പ്രഷർ ഈക്വൽ ആയിരിക്കും. ഇവിടെയുള്ള പ്രഷർ എന്ന് പറയുമ്പോൾ ഇവിടെ ഓപ്പൺ ആയതുകൊണ്ട് PATM എടുക്കണം, PATM പ്ലസ് HROG. ഓക്കെ, അപ്പോൾ അവിടെയുള്ള പ്രഷർ PATM പ്ലസ് HROG. റോ എന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ളത് മെർക്കുറിയാണ്, അപ്പം മെർക്കുറി എടുക്കണം, മെർക്കുറീൻ്റെ ഡെൻസിറ്റി. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇത് ആരുടെ പ്രഷറാണ്? ഇത് പ്രഷർ ഓഫ് ഗ്യാസ്, ഈ ഗ്യാസിൻ്റെ പ്രഷർ. അപ്പോൾ ഗ്യാസിൻ്റെ പ്രഷർ ഈക്വൽ ടു ഈ മെർക്കുറി ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു, അത് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് കണ്ടത് ഗേജ് പ്രഷർ ഓഫ് ഗ്യാസ് ആണ്. ഗേജ് പ്രഷർ എന്ന് പറഞ്ഞാൽ അപ്പോൾ പ്രഷർ ഓഫ് ഗ്യാസ് അല്ലേ, പ്രഷർ ഓഫ് ഗ്യാസ് മൈനസ് PATM, ഇതിൻ്റെ പേരാണ് ഗേജ് പ്രഷർ. ഗേജ് പ്രഷർ ഓഫ് ഗ്യാസ് ഈക്വൽ ടു HROMG ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഉപയോഗിച്ച് ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് കാണാം? കാരണം H ഒക്കെ അറിയാമല്ലോ, H എന്ന് പറയുമ്പോൾ നമുക്ക് കാണാമല്ലോ, ഈ ട്യൂബിൽ എത്ര ഹൈറ്റ് വരെ ഇത് മെർക്കുറി ഉണ്ടെന്ന് നമുക്ക് കാണാം. പിന്നെ ρm എന്ന് പറഞ്ഞാൽ മെർക്കുറീൻ്റെ ഡെൻസിറ്റിയാണ്, മെർക്കുറീൻ്റെ ഡെൻസിറ്റി അറിയാം. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഗേജ് പ്രഷർ ഓഫ് ഗ്യാസ് ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു ഡിവൈസാണ് ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ. ഓക്കെ, നെക്സ്റ്റ് ലിക്വിഡ് അണ്ടർ ഹൊറിസോണ്ടൽ ആക്സലറേഷൻ. അണ്ടർ ഹൊറിസോണ്ടൽ ആക്സലറേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ബീക്കറിൽ ഇതിനകത്ത് നമ്മൾ ഈ ലെവൽ വരെ നമ്മളൊരു ലിക്വിഡ് ഉണ്ടെന്ന് വിചാരിക്കും. ഈ ലെവൽ വരെ ഒരു ലിക്വിഡ് ഉണ്ട്. ഓക്കെ, ഇതിനകത്തൊരു ലിക്വിഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിച്ചോളൂ, ഇപ്പോൾ ഈ വെസലുള്ളത് ഒരു കാറിലെങ്ങാനാണെന്ന് വിചാരിക്കും. അപ്പോൾ ഇതിനകത്തൊരു ലിക്വിഡ് ഉണ്ട് കാറിൽ. പക്ഷേ ഇറ്റ് ഈസ് മൂവിങ് വിത്ത് ആൻ ആക്സലറേഷൻ. മൂവ് ചെയ്യണേ, വിത്ത് യൂണിഫോം ആക്സലറേഷൻ, അങ്ങനെ മൂവ് ചെയ്യണം. വിത്ത് ആൻ ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്പീഡ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് വരണം. അങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, വിത്ത് ആൻ ആക്സലറേഷൻ. അപ്പോൾ വിത്ത് ആൻ ആക്സലറേഷൻ മൂവ് ചെയ്യുമ്പോൾ ഓക്കെ, ഇതിനുള്ളിലുള്ള ലിക്വിഡ് എന്താവും? വിത്ത് ആക്സലറേഷൻ മൂവ് ചെയ്യുന്ന നേരം ഇതിനുള്ളിലുള്ള ലിക്വിഡ് ഇങ്ങനെ ഹൊറിസോണ്ടലായിരുന്ന ലിക്വിഡ് ആയിരുന്നല്ലോ. അപ്പോൾ ഇതിനകത്തുള്ള ലിക്വിഡിൻ്റെ ലെവലിപ്പോൾ
വിത്ത് ആൻ ആക്സലറേഷൻ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ലെവൽ ഇങ്ങനെയായി മാറും. എന്ന് വെച്ചാൽ ഇത് ഞാൻ കുറച്ച് കൂടുതൽ സ്ലോപ്പ് ഇട്ട് വരച്ചതാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് ഈ ലിക്വിഡ് ഇങ്ങനെയായി മാറും. ഓക്കെ, വിത്ത് ആൻ ആക്സലറേഷൻ. അപ്പോൾ ഇതിനകത്തായിരിക്കും ഇനി ലിക്വിഡ് ഉണ്ടാവുക. ഓക്കെ, ഇപ്പോൾ ലിക്വിഡ് ഇങ്ങനെയാണുള്ളത്. അപ്പം ഞാൻ പറയുന്നു ഇതൊരു തീറ്റ ആംഗിള് അല്ലേ, തീറ്റ ആംഗിൾ ഇവിടെ ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇത് മൂവ് ചെയ്യുന്നത് വിത്ത് ആൻ ആക്സലറേഷൻ മൂവ് ചെയ്യുമ്പോൾ ഇതിങ്ങനെയായി മാറും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വിത്ത് ആൻ ആക്സലറേഷൻ മൂവ് ചെയ്തുകൊണ്ടല്ലേ ലിക്വിഡ് ഇങ്ങനെയായി മാറിയത്. അപ്പോൾ ഈ തീറ്റേനെയും ആക്സലറേഷനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ പോവാണ്. ഹൊറിസോണ്ടൽ ആക്സലറേഷനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ പോവാണ്. റിലേഷൻ ബിറ്റ്വീൻ തീറ്റ ആൻഡ് എ. ഓക്കെ, അതിനുവേണ്ടി നമ്മളിവിടെ ഇതിനുള്ളിൽ നമ്മളിവിടെ ഒരു സിലിണ്ട്രിക്കൽ കോളം, ഇങ്ങനൊരു സിലിണ്ട്രിക്കൽ കോളം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ അസ്യൂം ചെയ്തു. ഇങ്ങനൊരു സിലിണ്ട്രിക്കൽ കോളം നിങ്ങൾ അസ്യൂം ചെയ്യും. അപ്പോൾ ഇവിടെ സിലിണ്ടറൊന്നുമില്ലേ, ഇതിനുള്ളിൽ സിലിണ്ടറൊന്നുമില്ല. നമ്മളെന്ത് ചെയ്യുക, ഇതിനുള്ളിൽ ഇവിടെ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ ലിക്വിഡ് നിൽക്കുന്ന പോലെ നമ്മൾ അസ്യൂം ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ആണ്. ഓക്കെ, ഇതിൻ്റെ ലെങ്ത്ത് എൽ ആണെന്ന് വിചാരിച്ചു. ലെങ്ത്ത് എൽ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു, അപ്പോൾ ഇവിടെയുള്ള ലിക്വിഡ്, അപ്പോൾ ഇവിടെ സിലിണ്ടറൊന്നും ഇല്ല, നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇവിടെ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് ഇങ്ങനെ ലിക്വിഡ് അസ്യൂം ചെയ്യും. ഓക്കെ, ലിക്വിഡ് എപ്പോഴും എങ്ങനെയാണ് ഫോഴ്സ് കൊടുക്കുക, നോർമലായിട്ട്. അപ്പോൾ ഈ ഭാഗത്തുള്ള ലിക്വിഡ് എന്ത് ചെയ്യും, ഈ ഭാഗത്തുള്ള ലിക്വിഡ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുക്കും അല്ലേ. ഈ ഭാഗത്തുള്ള ലിക്വിഡ് ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുക്കും. അതിന് ഞാൻ F1 നിർത്തും. F1. അപ്പോൾ ഇവിടെയുള്ള ലിക്വിഡ് എന്ത് ചെയ്യും, ഈ ഭാഗത്തുള്ള ലിക്വിഡ് നോർമലായിട്ട് ഇങ്ങോട്ടായി ഇതിൻ്റെ മുകളിൽ ഇങ്ങോട്ടേക്കാണ് ഫോഴ്സ് കൊടുക്കും അല്ലേ, നോർമലായിട്ട് F2. ഈ ഭാഗത്തുള്ള ലിക്വിഡ് അങ്ങോട്ട് കൊടുക്കും, ഇവിടെയുള്ള ലിക്വിഡ് ഇങ്ങനെ നോർമലായിട്ട് ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫോഴ്സ് എങ്ങനെ കാണാം, ഫോഴ്സ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ. ഇതിൽ ഈ രണ്ട് ഫോഴ്സും തമ്മിൽ ബാലൻസ് ആവില്ല. കാരണം ഇത് ഹൊറിസോണ്ടലായിട്ട് മൂവ് ചെയ്യുന്നു വിത്ത് ആക്സലറേഷൻ. അപ്പം അങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മൊത്തത്തിൽ സിലിണ്ടർ മൊത്തത്തിൽ അങ്ങോട്ടേക്കല്ലേ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം വിത്ത് ആക്സലറേഷൻ മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ ഫോഴ്സ് ആയിരിക്കും കൂടുതൽ. എന്ന് പറഞ്ഞാൽ F1 വിൽ ബി ഗ്രേറ്റർ ദാൻ F2. കാരണം അങ്ങോട്ടേക്ക് ഫോർവേഡ് ഡയറക്ഷനിലാണ് ഇത് ആക്സലറേഷനിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ F1 കൂടുതലും F2 കുറവായിരിക്കും. ഓക്കെ, ഇനി ഇവിടെയുള്ള ഫോഴ്സ് എങ്ങനെ കാണാം, ഫോഴ്സ് ഈക്വൽ നമുക്ക് എങ്ങനെ ചെയ്താൽ, ഫോഴ്സ് ഈക്വൽ പ്രഷർ ഇൻറ്റു ഏരിയ അല്ലേ, പ്രഷർ ഇൻറ്റു ഏരിയ. അപ്പോൾ ഇവിടെയുള്ള ഫോഴ്സിനെ ഞാൻ പ്രഷർ ഇൻറ്റു ഏരിയ P1A എന്നെടുത്ത്, ഏരിയ എ തന്നെ, ഇവിടെയുള്ള ഏരിയ എ ആണ്, P1A. ഈ ഫോഴ്സിനെ ഞാൻ F2 അല്ലേ, ഫോഴ്സ് പ്രഷർ ഇൻറ്റു ഏരിയ. അപ്പോൾ P2A, ഏരിയ എ തന്നെ, ഇവിടെയും ഈ ഏരിയ എ തന്നെയല്ലേ. ഇനി P1 എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെയുള്ള പ്രഷർ അല്ലേ, ഇവിടെയുള്ള പ്രഷർ P1, ഈ ഭാഗത്തുള്ള ഇവിടെയുള്ള പ്രഷർ അല്ലേ P1. പ്രഷറിൻ്റെ ഇക്വേഷൻ HρG. അപ്പോൾ ഇവിടെയുള്ള പ്രഷർ എത്ര വരും, ഇവിടെയുള്ള പ്രഷർ എന്ന് പറയുമ്പോൾ പ്രഷറിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ ഇതിന് മുകളിലുള്ള ഹൈറ്റ് അല്ലേ എടുക്കണ്ടേ. അപ്പോൾ ഈ ടോട്ടൽ ഹൈറ്റ് എടുക്കണം, ഈ ഹൈറ്റ് എടുക്കണം. അപ്പോൾ ഈ ഹൈറ്റ് ഞാൻ H1 നിർത്തി, ഈ ഹൈറ്റ് H1 എടുത്തു, H1. ഇനി P2 എന്ന് പറയുമ്പോൾ എന്താ, P2 എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള പ്രഷർ, ഈ ഭാഗത്തുള്ള ഇവിടെയുള്ള പ്രഷർ. അപ്പോൾ ഇവിടെയുള്ള പ്രഷർ ആകുമ്പോൾ ഇതിന് മുകളിലുള്ള ഹൈറ്റ് എടുക്കണം. ഇതിന് മുകളിൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും ഹൈറ്റ് വരും, കാര്യം മനസ്സിലായി, ഹൈറ്റ്. അപ്പോൾ ഈ ഹൈറ്റ് H2. അപ്പോൾ ഈ ഹൈറ്റ് H1, ഈ ഹൈറ്റ് H2. കാരണം മുകളിലുള്ള ഹൈറ്റ് അല്ലേ എടുക്കണ്ടേ. അപ്പോൾ P1 എന്ത് വരും, ഇവിടെയുള്ള പ്രഷർ എന്ന് പറയുമ്പോൾ HρG. അപ്പോൾ H1 ρg. ഇവിടെയുള്ള പ്രഷർ ലിക്വിഡിൻ്റെ പ്രഷർ എത്ര വരും, HρG എന്ന് പറയുമ്പോൾ H2 ρg വരും. ഓക്കെ, ഇനി PATM എന്ന് പറയുന്ന സാധനം ഇപ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷർ ഇവിടെ ഉണ്ടാവും. അത് ഒഴിവാക്കുക, അത് രണ്ടിടത്തും ഉണ്ടാകുന്ന സംഭവം അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള പ്രഷർ H1 ρg, ഇവിടെയുള്ള പ്രഷർ H2 ρg. അപ്പോൾ ഇത് H1 ρg കൊടുക്കണം, ഇതിന് H2 ρg കൊടുക്കണം. ഇനി നമ്മൾ നിങ്ങൾ ലോസ് ഓഫ് മോഷൻ ചാപ്റ്ററിൽ ഇങ്ങനെയല്ലേ പഠിച്ചത്,
എഫ് ഈക്വൽ ടു എം എ ഇങ്ങനെയാണ്. നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു എം എ അങ്ങനെയല്ല, റിസൾട്ടൻറ്റ് ഫോഴ്സ് ഈക്വൽ ടു എം എ എന്നാണ്. നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു എം എ എന്നാണ്. അപ്പോൾ ഇതിൽ നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു എം എ. നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇത് ഫോർവേഡ് ഡയറക്ഷൻ അങ്ങോട്ടേക്കല്ലേ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ട് മൂവ് എന്ന് പറയുമ്പോൾ ഇത് ലിക്വിഡ് മൊത്തത്തിൽ ഇങ്ങനെ മൂവ് ചെയ്യാണ് വിത്ത് ആക്സലറേഷൻ. അപ്പോൾ നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഫോഴ്സ് ആയിരിക്കും ഫോർവേഡ് അങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോഴ്സ് ആയിരിക്കും കൂടുതൽ. അപ്പോൾ നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇത് രണ്ട് ഓപ്പോസിറ്റ് ആകുമ്പോൾ മൈനസ് ചെയ്യണം അല്ലേ. അപ്പോൾ നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ F1 മൈനസ് F2 വരും. F1 മൈനസ് F2 ഈക്വൽ ടു എം എ എന്ന് വരും. ഇനി F1ൻ്റെ സ്ഥാനത്ത് P1A മൈനസ് F2ന് പകരം P2A ഈക്വൽ ടു എം എ. എം എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ സിലിണ്ടറിൻ്റെ ഇതിൻ്റെ മുകളിൽ ഇല്ലല്ലേ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മാസ് എങ്ങനെ ചെയ്താൽ വോളിയം ഇൻറ്റു ഡെൻസിറ്റി. മാസ് എന്ന് പറയുമ്പോൾ വോളിയം ഇൻറ്റു ഡെൻസിറ്റി അങ്ങനെ ഡെൻസിറ്റി ഇതിലുള്ള ലിക്വിഡിൻ്റെ ഡെൻസിറ്റി അല്ലേ. അപ്പോൾ വോളിയം എത്ര വരും? വോളിയം എന്ന് പറയുമ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ലെങ്ത്. അപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ലെങ്ത് ആണ് വോളിയം ഇൻറ്റു ഡെൻസിറ്റി. ഈ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി നമുക്ക് റോ എന്ന് എടുക്കാം. അപ്പോൾ അതായിരിക്കും മാസ്. അപ്പോൾ മാസ് എത്രയാണ്? AL റോ മാസ് ഇൻറ്റു A ആക്സലറേഷൻ. ഓക്കെ. അപ്പോൾ P1 എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തുള്ള പ്രഷറല്ലേ. ഈ ഭാഗത്തുള്ള പ്രഷർ എന്ന് പറയുമ്പോൾ പ്രഷർ എടുക്കുമ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ഹൈറ്റ് എടുക്കണം. ഇതിൻ്റെ മുകളിലുള്ള ഹൈറ്റ് H1 ആണ്. അപ്പോൾ പ്രഷർ ഇൻഡിക്കേഷൻ H റോ ജി. അപ്പോൾ H1 റോ ജി. അപ്പോൾ P1 എന്ന് പറയുമ്പോൾ H1 റോ ജി A മൈനസ് P2 എന്ന് പറയുമ്പോൾ ഈ H എടുക്കണ്ട, ഈ ഹൈറ്റ് എടുക്കണ്ട ഇവിടെയുള്ള അല്ലേ. അപ്പോൾ H റോ ജി. അപ്പോൾ H2 റോ ജി വരും. H2 റോ ജി A ഈക്വൽ AL റോ A. ഓക്കെ. ഇനി എന്തെല്ലാം ക്യാൻസൽ ആവും? ഇതിൽ നിന്ന് എന്തൊക്കെ പുറത്തെടുക്കാം? റോ ജി എ പുറത്തെടുത്താൽ ബാക്കി H1 മൈനസ് H2 അല്ലേ. ഇതിലാവുപോലെ ഈക്വൽ ടു AL റോ A. സോ A ക്യാൻസൽ, റോ ക്യാൻസൽ. ഓക്കെ. ടേക്ക് G ദാറ്റ് സൈഡ് ആൻഡ് L ഈ സൈഡിലേക്ക് എടുത്തു. അപ്പോൾ H1 മൈനസ് H2 ബൈ L ഇങ്ങോട്ട് എടുത്തു. H1 മൈനസ് H2 ബൈ L ഈക്വൽ ഇവിടെ A ഉണ്ട്, ആക്സലറേഷൻ, ഹൊറിസോണ്ടൽ ആക്സലറേഷൻ A ഉണ്ട്. ടേക്ക് G ദാറ്റ് സൈഡ്, സോ ഇറ്റ് ബിക്കം A ബൈ G. ഓക്കെ. ഇനി H1 മൈനസ് H2 ബൈ L നോക്കിക്കോളെ. ഇതിൽ ഈ പിക്ചറിൽ ഇതാണല്ലോ H1, ഈ ഹൈറ്റാണ് H1 അല്ലേ. ഈ ഹൈറ്റാണ് H1, ഈ ഹൈറ്റാണ് H2. ഓക്കെ. അപ്പോൾ H1 മൈനസ് H2 ഏതാണ്? H1 മൈനസ് H2 എന്ന് പറഞ്ഞാൽ ഇതാണല്ലേ. ഇതാണ് H1 മൈനസ് H2. ഇത് H1 ഇത് H2 ആകുമ്പോൾ ഇതായിരിക്കുമല്ലോ H1 മൈനസ് H2. ഇനി ഇതിൻ്റെ ലെങ്ത്ത് L അല്ലേ. ഈ സിലിണ്ടറിൻ്റെ ലെങ്ത്ത് L ആണല്ലോ. ലെങ്ത്ത് L. അപ്പോൾ ഇവിടെയുള്ള ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും തീറ്റ ആയിരിക്കുമല്ലോ. ഈ ആംഗിൾ തീറ്റയല്ലേ വരിക. അപ്പോൾ ടാൻ തീറ്റ എന്നാ വരിക? ടാൻ തീറ്റ ആയിക്കലും ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ് H1 മൈനസ് H2 അല്ലേ. ഇത് ടോട്ടലാണ് H1. അപ്പോൾ ഇത് H1 മൈനസ് H2. അപ്പോൾ H1 മൈനസ് H2 ബൈ L ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. H1 മൈനസ് H2 ബൈ L ആയിരിക്കും ടാൻ തീറ്റ. അപ്പോൾ H1 മൈനസ് H2 ബൈ L എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റയാണ്. ഓക്കെ. അപ്പോൾ ഇത് ടാൻ തീറ്റയാണ്. ടാൻ തീറ്റ ഈക്വൽ ടു A ബൈ G വരും. ടാൻ തീറ്റ ഈക്വൽ ടു A ബൈ G. അപ്പോൾ നമ്മൾ പറഞ്ഞെന്താണ്, ഇങ്ങനെ ലിക്വിഡ് ഹൊറിസോണ്ടൽ ആക്സലറേഷനിൽ മൂവ് ചെയ്യുന്ന സമയത്ത് ലിക്വിഡ് ഇങ്ങനെ ആവും. അപ്പോൾ ഈ തീറ്റയും ഇത് മൂവ് ചെയ്യുന്ന ആക്സലറേഷനും തമ്മിലുള്ള റിലേഷനാണ് ടാൻ തീറ്റ ഈക്വൽ A ബൈ G. ഇതിപ്പം മൂവ് ചെയ്യുന്നത് വിത്ത് ഹൊറിസോണ്ടൽ ആക്സലറേഷൻ അല്ലേ. വിത്ത് ഹൊറിസോണ്ടലായിട്ട് മൂവ് ചെയ്യുന്നത്. ഇതിന് പകരം ഞാനൊരു ഇക്വേഷൻ പറയുകയാണ്. ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് മൂവ് ചെയ്യുന്നതിന് പകരം ഓക്കെ ഇത് ഇങ്ങനെ മൂവ് ചെയ്യുന്നു. ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. വെസൽ ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് വിത്ത് ആക്സലറേഷൻ A ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ലിക്വിഡ് അതുപോലത്തെ ഒരു ഷേപ്പിൽ ആവും. ഓക്കെ. അപ്പോൾ ഈ ടാൻ തീറ്റയും ഇതും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെയല്ലേ മൂവ് ചെയ്യുന്നത്. ഇത് ഹൊറിസോണ്ടലായിട്ട് മൂവിങ് വിത്ത് ആക്സലറേഷൻ ആകുമ്പോഴാണ് ഇത്. ഓക്കെ. ഇതിപ്പോൾ ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ആക്സലറേഷൻ രണ്ട് കമ്പോണൻ്റ് ആക്കാം. AXഉം അല്ലേ കമ്പോണൻ്റ് AX ആൻഡ് AY. AX എന്ന് പറയുമ്പോൾ A cos തീറ്റ, AY എന്ന് പറയുമ്പോൾ A sin 63. ഓക്കെ. അപ്പോൾ ഇങ്ങനെ രണ്ട് കമ്പോണൻ്റ് ആക്കി. അപ്പോൾ ഇവിടെ എന്തെല്ലാം ആക്സലറേഷൻ ഉണ്ട്? ഹൊറിസോണ്ടൽ ആക്സലറേഷൻ ഉണ്ട്, വെർട്ടിക്കൽ ആക്സലറേഷൻ ഉണ്ട്. അപ്പോൾ ലിക്വിഡ് അണ്ടർ, നേരത്തെ ഹൊറിസോണ്ടൽ ആക്സലറേഷൻ മാത്രമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ലിക്വിഡ് അണ്ടർ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആക്സലറേഷൻ. കാരണം രണ്ടുണ്ടല്ലോ, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആക്സലറേഷൻ രണ്ടുണ്ട്.
അങ്ങനെയാകുമ്പോൾ ഈ ഫോമുല എന്താവും എന്ന് വെച്ചാൽ ടാൻ തീറ്റ ഈക്വൽ ടു ഈ എൻ്റെ സ്ഥാനത്ത് എ എക്സ് വരും, ഹൊറിസോണ്ടൽ ആക്സലറേഷൻ എ എക്സ്. ജീൻ്റെ സ്ഥാനത്ത് എ വൈ പ്ലസ് ജി എന്ന് വരും, എ വൈ പ്ലസ് ജി എന്ന് വരും. ഇങ്ങനെയാവും ടാൻ തീറ്റേൻ്റെ ഫോമുല. ഇത് ഹൊറിസോണ്ടലായിട്ട് മൂവിങ് വിത്ത് ആക്സലറേഷൻ ആകുമ്പോഴാണ് ഈ ഫോമുല. ഓക്കെ, റെഡി. അപ്പോൾ ഈ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം. ഓക്കെ, അടുത്ത ക്ലാസ് പറയാം.